മോർണിംഗ് ഗൈസ്. നമ്മളിന്ന് ബാംഗ്ലൂരിലെ ഗ്രൗണ്ടിലാണിത്. ജസ്റ്റ് ഞാൻ താമസിക്കുന്ന അടുത്ത് തന്നെ ഗ്രൗണ്ടാണിത്. ഫെസിലിറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്, ആൾക്കാർ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. 5 മണി തൊട്ട് തന്നെ ഇത് ഓപ്പണാണ്. ഞാൻ ഒരു 6:15 ആയപ്പോൾ വന്നതാണ്. ജസ്റ്റ് ഒന്ന് വോക്ക് ചെയ്തു, ചെറുതായിട്ടൊന്ന് റൺ ചെയ്തു. അതിനുശേഷം ഒരു ചെറിയ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ വീഡിയോ ഒത്തിരി നീട്ടുന്നില്ല, അപ്പോൾ തന്നെ നമ്മുടെ കാര്യത്തിൽ കിടക്കാം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വീഡിയോ ടിപ്പ് എന്ന് പറയുന്നത് കീറ്റോ ഡയറ്റിനെ കുറിച്ചാണ്. കീറ്റോ ഡയറ്റ് എല്ലാവരും സേഫാണ് അല്ലെങ്കിൽ നല്ലതാണോ എന്നുള്ള ചോദ്യം വളരെ പ്രശസ്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരിപ്പം യൂത്തിൻ്റെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കീറ്റോ ഡയറ്റുകളൊക്കെ ഒത്തിരി ട്രൈ ചെയ്യുന്നത്. പക്ഷേ കീറ്റോ ഡയറ്റ് ഗുഡാണോ പാടാണോ എന്നുള്ള കാര്യം നമുക്കത് കണ്ട് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വെയിറ്റ് ലോസും ഫാസ്റ്റ് ലോസും ഒക്കെ ആയിട്ട് വണ്ണമുള്ള ആൾക്കാർ നേരെ പിടിക്കുന്ന സംഭവമാണ് കീറ്റോ ഡയറ്റ്. കീറ്റോ ഡയറ്റ് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമായിട്ട് ആരും പറയുന്നില്ല. കാരണം വെച്ചാൽ അത് ഒത്തിരി നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് റെഡ്യൂസിങ് ആണെങ്കിൽ നമ്മൾ കുറച്ച് ലോങ് ടൈം എടുത്ത് നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഡയറ്റും നോർമലായിട്ടുള്ള പ്രോപ്പർ ഡയറ്റൊക്കെ എടുത്ത് ഡയറ്റീഷ്യൻ ത്രൂ എടുത്ത് വേണം പോവുകയാണെങ്കിൽ നമുക്കത് നല്ല റിസൾട്ട്. കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത് 50 ഗ്രാം മാക്സിമം 50 ഗ്രാം വരെയുള്ളൂ കാർബോഹൈഡ്രേറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഡയറ്റ് പ്ലാനാണ് അത്. അപ്പോൾ അതത്ര നല്ലൊരു ഡയറ്റ് പ്ലാനല്ല, നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. എന്ന് കണ്ടില്ലേ, ഈ ഓടുന്ന രീതി വളരെ ജോഗിങ് ആണ്. ഇതുപോലത്തെ ഒരു മോർണിംഗ് ടൈമിൽ ഒരു 45 മിനിറ്റ്സ് ഇതുപോലെ ചെയ്തിട്ട് നമുക്കത് വളരെ ബെനിഫിറ്റ് ആയിരിക്കും. ഡയറ്റ് എടുക്കണം, പക്ഷേ കീറ്റോ ഡയറ്റിൽ കൂടെ മാത്രം വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് നോക്കിയാൽ പിന്നീട് അതുപോലെ തന്നെ അത് റിട്ടേൺ വരുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മളതുപോലെ കൺട്രോൾ ചെയ്തില്ല. കാർബോഹൈഡ്രേറ്റ് പിന്നെ നമ്മൾ കഴിക്കും. കീറ്റോ ഡയറ്റിനകത്ത് എപ്പോഴും ഉള്ളത് ഏറ്റവും കൂടുതൽ പ്രോട്ടീനും ഹൈ പ്രോട്ടീന് പ്ലസ് ഫാറ്റ്, ഫൈബർ, കാർബോഹൈഡ്രേറ്റ് അങ്ങനെ ആക്കി മാറ്റിയേക്കും. അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വേണ്ടിയത് ഹൈ പ്രോട്ടീനും ഫാറ്റിനൊക്കെയാണ് എനർജി എടുക്കുന്നത്. സീറോ കാർബ് എന്ന് പറയുന്നത് 50 ഗ്രാമിലേക്ക് നമ്മൾ താഴ്ന്നു പോകും. അപ്പോഴത്തേക്ക് നമുക്ക് എനർജി നമുക്ക് കിട്ടാറില്ല. ആ സമയത്തേക്ക് നമുക്ക് വേറെ കുറേ രോഗങ്ങളുള്ളവർക്കൊക്കെ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമല്ല. രോഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കിന് ഹാർട്ടിനുള്ള അസുഖങ്ങളുള്ളവരുണ്ട്, അല്ലെങ്കിൽ കിഡ്നിക്ക് അസുഖങ്ങളുള്ളവരുണ്ട്. അതുപോലെ തന്നെ കീറ്റോ ഡയറ്റ് എടുക്കുന്നവർക്ക് ഒരു ഹാർട്ടിലേക്ക് ഡിസീസിലേക്ക് പോകുന്നവരെയാണ് സ്റ്റഡിയൊക്കെ കാണിച്ചിരിക്കുന്നത്. കാരണം അത് ലോ ബ്ലഡ് പ്രഷറിലേക്ക് എത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ വേറെ ഡിസീസുകൾ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ഷുഗറിൻ്റെയും അതുപോലെ തന്നെ BP-യുടെയും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ, നോസിയ, വോമിറ്റിങ് അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ ത്രൂ എടുക്കുവാണെങ്കിൽ നമുക്കത് പ്രയോജനം ചെയ്യും. അതുകൊണ്ട് കീറ്റോ ഡയറ്റ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ നല്ല യങ്ങായിട്ടുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു 10 to 15 ഡേയ്സ് വരെ കീറ്റോ ഡയറ്റ് എടുക്കുക. അതിനുശേഷം നമുക്ക് ഭയങ്കര എനർജി ലോസും വീക്ക്നെസ്സും ഒക്കെ ആവും. അപ്പം നിങ്ങളത് തീർച്ചയായിട്ടും അത് നിർത്തി വേറെ നല്ലൊരു ഡയറ്റ് പ്ലാനിലേക്ക് മാറണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് കീറ്റോ ഡയറ്റിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു ഹൈ പ്രോട്ടീന്, ഫൈബർ, ഫാറ്റ്, അതുപോലെ തന്നെ ലോ കാർബ്. ഏറ്റവും കൂടുതൽ എനർജി നമുക്ക് കിട്ടാൻ പോകുന്നത് ഫാറ്റിൽ നിന്നും അതുപോലെ തന്നെ ഹൈ പ്രോട്ടീനിൽ നിന്നുമാണ്. കീറ്റോ ഡയറ്റ് ഒരു ബെസ്റ്റായിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷേങ്കിൽ ഒരു നല്ല യങ്ങായിട്ടുള്ളതും അല്ലെങ്കിൽ വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് മാത്രം ഇത് റെക്കമെൻഡേഷനൊന്നും അല്ല. ഞാൻ എൻ്റെ ചെറിയ നോളജ് ഷെയർ ചെയ്യുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർമാരോട് കൺസൾട്ട് ചെയ്തതിന് ശേഷമേ ഇത് സ്റ്റാർട്ട് ചെയ്യാവൂ. അതുപോലെ എന്തെങ്കിലും മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കത്തുള്ളൂ. എപ്പോഴും നമ്മൾ ഒരു ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലത്തെ ഗ്രൗണ്ടുകളൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ട്, ഫുട്ബോൾ കളിക്കുന്നവരുണ്ട്, വോളിബോൾ കളിക്കുന്നവരുണ്ട്, റൺ ചെയ്യുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു നല്ല ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു വേയിലൂടെ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഒരു ചെറിയ പ്രോപ്പർ ഡയറ്റ് അതിനകത്ത് ഫിക്സ് ചെയ്യേണ്ടതാണ്. കൊള്ളാവുന്ന ഒരു കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് കുറയ്ക്കുകയാണെങ്കിൽ അത് ലോങ് ലാസ്റ്റിംഗായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ബാംഗ്ലൂരിലെ ഒരു ചെറിയ സ്റ്റേഡിയത്തിൽ നിന്നുള്ള വ്യൂസാണ് കിട്ടുന്നത്. നമ്മൾ കേരളത്തിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ജില്ലകളിലും എല്ലായിടത്തും പൊതുവായിട്ട് ജനങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. കാരണം ഇതുപോലെ എല്ലായിടത്തും പോയി ഒരു ഗെയിമൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ കേരളത്തിലെ ആൾക്കാരുടെ ഹെൽത്ത് നല്ലപോലെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതുപോലത്തെ നല്ല വീഡിയോസ് പിന്നീട് കാണും വരെ ബൈ. താങ്ക് യു. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നല്ല കട്ട സപ്പോർട്ട് വേണം. ഷെയർ ചെയ്യുക. ഹെൽത്ത് വീഡിയോസ് ഇനി കിട്ടുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. താങ്ക് യു.